എന്തായാലും വലിയ കഷ്ടമായി പോയി. വേറെ എന്തോ വലുതായിട്ട് വരാനുള്ളത്, ചത്തതല്ലേ ഉള്ളൂ. നല്ലൊരു മനുഷ്യനായിരുന്നു. അത് ശരി തന്നെടേ. ഇവനെ കണി കണ്ടിട്ട് വയ്യ, കഞ്ഞിക്കരി പാവം. ഞാനെന്ന് വെച്ചാ ഈ ചത്ത് കിടക്കണമെങ്കിൽ എനിക്ക് ജീവനായിരുന്നു. ഇവനല്ലേ കഴിഞ്ഞ ആഴ്ച നിന്നെ വയലിലിട്ട് ഇടിച്ചത്. അത് കഴിഞ്ഞ ആഴ്ച അല്ലെന്ന്, 3 ആഴ്ചയായി. അടുത്ത ആഴ്ച ഇരുട്ടടി കൊടുക്കാൻ വേണ്ടി ഇരുന്ന പാവം. ആ ഇരുട്ടടി വാങ്ങാനുള്ള ഭാഗ്യം പോലും ദൈവങ്ങേർക്ക് കൊടുത്തില്ല. ഇതെന്ത് പറ്റിയത്? അറ്റാക്ക്. ഓ, ഇപ്പൊ എല്ലായിടത്തും എഴുതിയതിന്റെ ഹാർട്ട് അറ്റാക്ക്. ഹാർട്ട് അറ്റാക്ക് അല്ലെന്നോ, മറ്റേ തെണ്ടി സുരേഷ് ഇല്ലേ, അവന്റെ ഭാര്യ കുളിച്ചോണ്ടിരുന്നു. യവൻ ചെന്ന് ഒളിഞ്ഞു നോക്കി. ഇത് കണ്ട സുരേഷ് രാത്രി യവന്റെ വീട്ടിൽ കയറി അറ്റാക്ക് ചെയ്തു. നമ്മളീ കോഴിയുടെ കഴുത്ത് പിടിച്ച് തിരിക്കുമോ, അതുപോലെ ഒരൊറ്റ തിരി. അപ്പോഴെന്നെ തീർന്നു. ഓ, അധികം കഷ്ടപ്പെടാതെ പോയല്ലോ. അതിനും ഒരു ഭാഗ്യം. അതിനധികം ഭാഗ്യമൊന്നും വേണ്ട. ഈ ഭാഗ്യം നിങ്ങൾക്ക് വേണമെങ്കിലും കിട്ടും. ആ സുരേഷിന്റെ ഭാര്യ കുളിക്കണമെന്ന് എത്തി നോക്കിയാ മതി. എടാ നോക്കടാ, മൂക്കില് പഞ്ഞി വെച്ച് കിടന്നപ്പോഴും അവന്റെ മുഖത്തൊരു ഐശ്വര്യം. അത് ശരി തന്നെയാണോ. ഇത്രയും ഐശ്വര്യം ഉണ്ടെന്നുള്ള ഒരു അഹങ്കാരവും അവന്റെ മുഖത്തില്ല. ഇത് ദഹിപ്പിക്കുവോ? കറണ്ടില്ല. എന്തിനായാലും ഈ പാവത്തിന് അധികം വേദനിപ്പിക്കാതെ അങ്ങ് എടുത്താ മതിയാവും. സഞ്ചാന്യത്തിന് ഇഡ്ഡലി സാമ്പാറൊക്കെ കാണൂടെ? സംശയമുണ്ട്. ഇഡലിയും സാമ്പാറും ഉണ്ടാവും, രസവടയും ഉണ്ടാവും. ഭാഗ്യവാൻ. അത് തന്നെ ഭാഗ്യമുള്ളവർ. ചത്തിടക്കാനല്ല, നിങ്ങളാണ് ഭാഗ്യം. എത്ര വീട്ടിൽ നിന്നാ ഈ അടിയന്തരം തിന്നത്? ഇനി എന്നാണ് നമുക്കൊന്ന് തരണത്?